സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ബോഡി ഷേമിങ്ങിനെതിരെ നിഷ ജോസ് കെ മാണി. ക്യാൻസർ അതിജീവിത കൂടിയായ തന്റെ ശരീരമാറ്റങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ അവഹേളിക്കുന്നു. പുതിയ ബില്ലിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം അവഹേളനങ്ങൾക്കെതിരെ പ്രതിഷേധിക്കേണ്ട സാഹചര്യമെന്നും ഫേസ്ബുക്കിലൂടെ നിഷ ജോസ് കെ മാണി പറയുന്നു. ഞാൻ വളരെ ബോൾഡായിട്ട് ലൈഫ് ഫേസ് ചെയ്യാൻ നോക്കും. ഇങ്ങനെ ഓരോരുത്തന്മാർ വരും, പൊടി തടിച്ച് നീ തടിച്ച് എന്നൊക്കെ പറയും. ഇത് ബോഡി ഷേമിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ബോഡി ഷേമിംഗ് അത്ര നല്ലതല്ല. ഈ ബോഡി ഷേമിംഗ് ഉണ്ടല്ലോ, IPC 509 498A ഒക്കെ ഭാഗമാണ് ബോഡി ഷേമിംഗ് ചെയ്യുന്നത്. അത്ര നല്ല ആണത്വം എന്നൊന്നും പറയത്തില്ല അതിന്. ദിസ് ഇസ് നോട്ട് ഡൺ. എൻ്റെ പ്രൊഫൈലിൽ വന്നിട്ട് എന്നെ തടിച്ചെന്നും വിളിച്ച് എന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ല. അത് ഓരോ പ്രസവത്തിന് ശേഷം വണ്ണം വെക്കുന്ന സ്ത്രീകളെ, അമ്മമാരെ ആക്ഷേപിക്കുന്ന തുല്യമാണ്. 2 മെനോപോസ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെ ആക്ഷേപിക്കുന്ന തുല്യമാണ്. 3 ക്യാൻസർ വന്ന് ഹോർമോണൽ തെറാപ്പി ചെയ്യുന്ന പേഷ്യൻസിനെ കളിയാക്കുന്നതിനും തുല്യമാണ്. അതുകൊണ്ട് ദിസ് ഇസ് നോട്ട് ഡൺ. അഖിൽ കെ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, ബോഡി ഷേമിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ സജീവമായി സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അത് നിയമത്തിൻ്റെ ഭാഗമാക്കാനുള്ള കൂടിയാലോചനകൾ നടക്കുന്നു. റാങ്കിങ്ങിൻ്റെയൊക്കെ പരിധിയിൽ കൊണ്ടുവരാൻ പോകുന്നു. വളരെ ശ്രദ്ധേയമായ നീക്കമാണ് നടക്കുന്നത്. ഈ വിഷയത്തിലാണ് നിഷ ജോസ് കെ മാണിയുടെ പ്രതികരണം വരുന്നത്. ഏത് പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പ്രതികരണം അഖിൽ? ഇത്തരത്തിൽ സമൂഹമാധ്യമ പോസ്റ്റിലൂടെ തന്നെ വളരെ അധിക്ഷേപിക്കുന്ന തരത്തിലും ഈ ശാരീരികമായിട്ടുള്ള അധിക്ഷേപങ്ങൾ അടക്കം ഉണ്ടാകുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു പ്രതികരണവുമായി സമൂഹ മാധ്യമത്തിലൂടെ തന്നെ നിഷ ജോസ് കെ മാണി രംഗത്തെത്തിയിരിക്കുന്നത്. കൃത്യമായി തന്നെ അതിന്റെ അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇത് ശരിയായ കാര്യമല്ല, ഇത് ശിക്ഷ ലഭിക്കാവുന്ന കാര്യമാണ്. ഇത്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ തുടർച്ചയായി അധിക്ഷേപങ്ങൾ നടത്തുന്ന, അധിക്ഷേപങ്ങൾ ശീലമാക്കിയിട്ടുള്ള ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടി നൽകിക്കൊണ്ട് തന്നെയാണ് നിഷ ജോസ് കെ മാണി കൃത്യമായി ആ ഒരു കുറിപ്പ് അവസാനിപ്പിക്കുകയും സമൂഹത്തിലെ കുറിപ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായി ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു പുതിയ ബില്ല് കൂടി വരുമ്പോൾ ഇത് തുറന്നു പറയേണ്ട ഒരു സാഹചര്യമാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. തുടർച്ചയായി അതൊരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് ആൾ കൂടി ആയതുകൊണ്ട് തന്നെ വളരെ രീതിയിലുള്ള കടന്നാക്രമങ്ങളും അധിക്ഷേപങ്ങളും ശാരീരികമായിട്ടുള്ള ബോഡി ഷേമിങ്ങുകൾ അടക്കം തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതിൽ ഈ വീഡിയോയുടെ ആദ്യഘട്ടത്തിൽ നിഷ ജോസ് കെ മാണി കൃത്യമായി തന്നെ അവഹേളിച്ചിട്ടുള്ള ചില പേജുകളുടെ അല്ലെങ്കിൽ ചില അക്കൗണ്ടുകളുടെ പേര് വിവരങ്ങളൊക്കെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ ഒരു തുടക്കം വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊരു കൃത്യമായ സൂചന തന്നെയാണ്. ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ഇപ്പോൾ എല്ലാ കാലത്തും ഇങ്ങനെ മറഞ്ഞിരിക്കാൻ കഴിയില്ല, വെളിച്ചത്ത് കൊണ്ടുവരും എന്നുള്ളൊരു സൂചന കൂടി അതിൽ നൽകുന്നുണ്ട് എന്നുള്ളതിനാണ്. അത് ശിക്ഷമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ശീലമാക്കിയുള്ള ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടി അതിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അഖിൽ, നിഷ പറഞ്ഞത് 100% ശരിയാണ്. പലപ്പോഴും അത് സ്വന്തം വീട്ടിൽ നിന്ന്, സുഹൃത്തുക്കളുടെയിൽ നിന്ന്, അതല്ലാതെ അഭിപ്രായം പറയുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ശരീരത്തെ അവഹേളിക്കുന്ന തരത്തിൽ ബോഡി ഷേമിംഗ് നടത്തുന്നത് നമ്മൾ കാണാറുണ്ട്. നിറത്തിൻ്റെ പേരിൽ, വണ്ണത്തിൻ്റെ പേരിൽ, കുടവേറിൻ്റെ പേരിൽ, ഒട്ടത്തലയുടെ പേരിൽ ഒക്കെ ബോഡി ഷേമിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളോട് ചിലർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക. അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന തരത്തിൽ അവരെ വിളിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണല്ലോ വാസ്തവം. എന്തായാലും അത് സർക്കാർ പരിഗണിക്കുന്നു എന്നതിൽ വലിയ